വീണ്ടും വാഗ അതിർത്തിയിലേക്ക് കാത്തിരിക്കുകയാണ് രാജ്യം. പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി എത്തുമെന്നുള്ള സ്ഥിരീകരണമാണ് ലഭിക്കുന്നത്. നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ജോസുകുട്ടിയും നമുക്കൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ ജോസുകുട്ടി, രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നു. രാജ്യസ്നേഹത്തിന്റെ അലയൊലികളാണ് വാഗ അതിർത്തിയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു നയതന്ത്ര വിജയം ഇതിനകത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനം അർഹിക്കേണ്ട ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ കൂടിയാണ്. നയതന്ത്രപരമായി ഈ കഴിഞ്ഞ 70 വർഷങ്ങളെ അപേക്ഷിച്ച് ഏത് ഘട്ടത്തിലാണ് ഇന്ത്യ? നയതന്ത്ര രംഗത്ത് ഇന്ത്യക്ക് വലിയ വിജയവും അതുപോലെ സ്വീകാര്യതയുമുള്ള ഒരു സമയമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഈ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നത്. കാരണം ഇതിനു മുൻപ് ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പിന്തുണ രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളുടെ കാര്യത്തിലുമാണെങ്കിലും ഒക്കെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അഭിനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ വീരനായ പട്ടാളക്കാരനെ വിട്ടുതരാനുള്ള ഒരു പ്രധാന കാരണവും ഈ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള പിന്തുണയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നയതന്ത്ര രംഗത്ത് നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു നയതന്ത്രപരമായ പിന്തുണ കിട്ടുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ലോകം നേരിടുന്ന വലിയ ഭീഷണികളിൽ ഒന്നാണ് ഭീകരാക്രമണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രഭവ കേന്ദ്രം പണ്ട് മുതൽക്ക് തന്നെ പാകിസ്ഥാനാണ്. അതിൽ ചില കുറവുകളൊക്കെ മറ്റു രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയുടെ ഭീഷണി വലിയ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ വിക്ടിംസാണ് നമ്മൾ. അതാണ് കഴിഞ്ഞ ഫെബ്രുവരി 14 നമുക്ക് 40 CRPF ജവാന്മാരെ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ രണ്ട് രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ പ്രദേശത്തിനും ലോകത്തിനും ആകമാനം അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ, വിനാശം ഉണ്ടാക്കും എന്ന് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് കൂടി വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള നയതന്ത്രപരമായ വിജയം ഇന്ത്യക്ക് വരുന്നത്. അതിൻ്റെ പ്രധാന കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണെന്നും ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു, സംഘടനകൾ തിരിച്ചറിയുന്നു. ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ അടങ്ങിയ പിന്തുണയാണ് ഇന്ത്യക്ക് കിട്ടുന്നെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതാണ് നമ്മൾ ഈ നയതന്ത്ര രംഗത്തെ വലിയ വിജയമായി കാണുന്നത്. ഇപ്പോൾ ചൈന വരെ ഇത്രയും കാലം പാകിസ്ഥാനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് പോലും അവരുടെ നിലപാടുകളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിർബന്ധിതരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചൈനയും റഷ്യയും ഇന്ത്യയും കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ അവർ വിഷയം പരാമർശിക്കുകയും പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും പാകിസ്ഥാൻ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ 12 മണിക്കു ശേഷം വാഗ അതിർത്തിയിലെത്തുമെന്നുള്ള വിവരമാണ് സ്ഥിരീകരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും തത്സമയ റിപ്പോർട്ടുകളിലേക്കും വരാം. അടുത്ത മണിക്കൂറിൽ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഈ സമയത്ത് നമസ്കാരം.